ഹായ്, ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് വരട്ടേൻ്റെയും റൈസിൻ്റെയും റെസിപ്പി ആയാലോ. കുക്കറിൽ ഗീയും കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇതിൽക്ക് ഓണിയനും ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും ടൊമാറ്റോയും കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സും കൂടെ ഇട്ട് നല്ലോണം സോട്ട് ചെയ്യാം. ഇതിൽക്ക് ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും മീറ്റ് മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൽക്ക് ആവശ്യത്തിന് വെള്ളവും സോൾട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുക്കർ ക്ലോസ് ചെയ്ത് 7 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് നമുക്ക് റൈസിൽ ഒഴിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ബീഫ് വരട്ടിയെടുക്കാൻ കുറച്ച് ഗീ ഒഴിച്ച് അതിൽക്ക് തേങ്ങാക്കൊത്തും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുക്ക് ചെയ്ത ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൽക്ക് പെപ്പർ പൗഡറും ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു റൈസ് ഉണ്ടാക്കാം. കുക്കറിൽ ഗീ ഒഴിച്ച് അതിൽക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി റൈസ് കൂടെ ചേർത്ത് 2 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽക്ക് നമ്മൾ മാറ്റി വെച്ച ഗ്രേവിയും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് സോൾട്ടും ഗീയും കൂടെ ചേർത്ത് കുക്കർ ക്ലോസ് ചെയ്ത് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഗ്രേവിയോട് ചേർത്തുകൊണ്ട് റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. ചിക്കൻ്റെ ഗ്രേവി വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ റൈസ് ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ റൈസും ബീഫ് വരട്ടിയതും അച്ചാറും കുറച്ച് സാലഡും കൂട്ടി കഴിച്ച് നോക്ക്, അടിപൊളിയാണ്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.